അല്ലാതെ പിന്നെ മെയിൻലി ഞാനൊരു സിനിമയിലോട്ട് തന്നെ കയറണം, അല്ല ഇല്ല, ആർട്ട് സിനിമയായിട്ട്. ഡിപ്പാർട്ട്മെന്റിൽ വന്ന എല്ലാവരും ആർട്ടിൽ വന്ന് വർക്ക് ചെയ്ത് ഒരു പാഷനായിട്ട് വരുന്നവരാണല്ലോ. കറക്റ്റ്. ഇപ്പം സലീം മൻസിൽ എന്ന് പറഞ്ഞ വ്യക്തി ദുബായിൽ നാട്ടിൽ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഇല്ല. ഞാൻ നാട്ടിൽ സിനിമയിലൊന്നും വർക്ക് ഒന്നും ഷൂട്ട് ഇല്ല. കാണാൻ പോയിട്ടുണ്ടോ? ഇല്ല. നാട്ടിൽ ഷൂട്ട് പോലും കാണാൻ പോയിട്ടില്ല കേട്ടോ. ഇല്ല. ഒരു സിനിമയുടെ ഷൂട്ടും കണ്ടിട്ടില്ല. ഇല്ല. അപ്പൊ ഇവിടെ എന്തായിട്ടാ വന്നേ? ഞാനിവിടെ നോർമൽ ബേസിക് എന്തെങ്കിലും ഒരു ജോബിനായിട്ട് വന്നത്. സ്ഥിരം കാസർഗോഡ് പോലെ. ഈ കാസർഗോഡ് പ്രത്യേകത ഇപ്പൊ ഗൾഫിലാണെന്ന് പറഞ്ഞാൽ വലിയ വിലയൊന്നുമില്ല. കാരണം എല്ലാവരും ഗൾഫിലാണല്ലോ. കാസർഗോഡ് മൊത്തം ഗൾഫാണല്ലോ. ആണ്. അപ്പോൾ നോർമലി ഒരു ജോബ് തേടി വന്നു. അപ്പോൾ എൻ്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു. ആ ഫ്രണ്ട് എനിക്ക് ഹെൽപ്പ് ചെയ്തു ഇങ്ങനെ എവിടെയെങ്കിലും ജോബ്. സോ ഐ ജസ്റ്റ് സ്റ്റാർട്ടഡ് സംതിങ്. അങ്ങനെ ഒരു ഡ്രൈവറായിട്ടൊക്കെ ഇങ്ങനെ വർക്ക് ചെയ്തിട്ടുണ്ട് അവിടെ. പിന്നെ ഒരു വർഷം കഴിയുമ്പോഴാണ് ഈ ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനി എന്നെ ഈ പ്രൊഡക്ഷനിലോട്ട് ഒരു ഡയറക്ടറിൻ്റെ ഡ്രൈവറായിട്ട് എന്നെ വിടുന്നത്. അങ്ങനെയാണ് ഞാൻ ഈ പ്രൊഡക്ഷനിലോട്ട് കയറിയത്. അല്ലല്ല, സിനിമ അല്ല, ഇത് നോർമൽ കമേഴ്ഷ്യൽ ടി വി അഡ്വർടൈസിംഗ്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ VIP ഫിലിംസ് എന്ന് പറയുന്ന ഒരു കമ്പനി. അപ്പോൾ ഞാൻ ഇന്നലെ ചെയ്ത വർക്കാണ് ആർട്ട് ഡയറക്ടറായിട്ട് ജോബ് ചെയ്തത്. 20 ഇയർ മുമ്പ് അതേ കമ്പനിയിൽ ഞാൻ ഡ്രൈവറായിരുന്നു. അപ്പോൾ ആ ഡയറക്ടർ ഏത് നാട്ടുകാരനാ? അത് ഒരു നോർവേക്കാരനാണ്. ഒരു ബ്രൂസ് പാരമോർ എന്ന് പറഞ്ഞിട്ടുള്ള. അപ്പോൾ ആ TV കമേഴ്ഷ്യലിൽ ഞാൻ ഡ്രൈവറായിട്ട് ചെന്നപ്പോൾ ആ ഡയറക്ടറിന് ഭയങ്കര ഒരു ക്ലോസ് ആയി ഞാനുമായിട്ട്. അപ്പോൾ എന്നോട് ചോദിച്ചു, സലീം യു വാണ്ട് ടു ഡു കാസ്റ്റിംഗ് ഓൺ ദിസ് മൂവി അന്ന്. അപ്പോൾ എനിക്ക് അത്ര ഇംഗ്ലീഷൊന്നും അത്ര വശമല്ല, അത്രയും ഇതൊന്നുമല്ല. അപ്പോൾ ഞാൻ ഒപ്പിച്ചങ്ങ് സംസാരിക്കും, ഒപ്പിച്ച് പറയും. എന്നോട് ചോദിച്ചു, ഞാൻ എങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് ഈ ഞാനിപ്പോൾ ചെയ്യുന്ന TV കമേഴ്ഷ്യലിനകത്ത് നിനക്കൊരു കാസ്റ്റിംഗ് റോളുണ്ട്, അഭിനയിക്കാൻ. അങ്ങനെയാണ് ഞാൻ ആദ്യത്തെ ഒരു TV കമേഴ്ഷ്യൽ ആദ്യം ഞാൻ കയറി ചെല്ലുന്നതും അതിൽ തന്നെ എനിക്കൊരു ചാൻസ്, ഒരു അഭിനയിക്കാനുള്ള ചാൻസും. അപ്പം തന്നെ ഞാൻ എൻ്റെ ഫോട്ടോസൊക്കെ എടുത്ത്, അപ്പോൾ ആ സമയത്ത് റീൽസിനാണല്ലോ ഷൂട്ട് ചെയ്യുന്നത്, റീലിലാണ്, ഇങ്ങനെ ഫിലിമിലാണ്, ഫിലിം റീൽസാണ്. അപ്പോൾ ഇതൊന്നുമില്ല, എനിക്ക് ഫോണൊന്നുമില്ല. ഫോട്ടോ ഇപ്പോൾ ക്യാമറയിൽ ഫോട്ടോ പതിച്ച കുറച്ച് ഫോട്ടോസ് ഞാൻ അത് ഇത് ചെയ്തിട്ട് പിന്നെ ഞാൻ ആർക്കോ അത് എങ്ങനെയോ എനിക്കറിഞ്ഞൂടെ, എങ്ങനെ മെയിലിലാണോ അങ്ങനെയാണെന്നും തോന്നുന്നുണ്ട്, അയച്ചു കൊടുത്തിരുന്നു. പിന്നെ ആ സമയത്ത് ഞാൻ പറഞ്ഞ നോക്കിയയുടെ ഒരു 7700 എന്ന് പറയുന്ന ഒരു ക്യാമറ, 6600 ഉരുണ്ട സാധനം, 00 ആ സമയത്ത് വന്നതായിരുന്നു, ലിവറുള്ള. അതും എനിക്ക് ആ സമയത്ത് വാങ്ങാൻ പറ്റില്ല, അത്രയും നല്ല കോസ്റ്റ് ആയിരുന്നു ആ സമയത്ത്. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കയ്യിലുണ്ടായിരുന്നു, ഇമ്രാൻ എന്ന് പറയുന്നത്. ഞാൻ ആ റെൻ്റേ കാറിൽ വർക്ക് ചെയ്യുന്ന അതിൽ ഒരു പയ്യൻ്റെ കയ്യിലുണ്ടായിരുന്നു, ഒരു ഇവിടുത്തെ, അവൻ ഇവിടെയാണ് ജനിച്ചു വളർന്നൊക്കെ, ഇമ്രാൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവന് ഇവിടെ കുറച്ച് ലോക്കൽ പോലെ ആയിരുന്നു, ഒരു ബെഡ്വിൻ എന്ന് പറയുന്നത്, ബെഡു ലോക്കലായിരുന്നു. അവൻ ഇവിടെ തന്നെ കല്യാണമൊക്കെ കഴിച്ചത്. അപ്പോൾ അവൻ ആ ക്യാമറ ഫോണ് കൊണ്ടുവന്നപ്പോൾ ഞാൻ അവൻ്റെ അടുത്ത് ചോദിച്ചു, ഞാൻ നാളെ സെറ്റിലുണ്ട്, എൻ്റെ ഷൂട്ടുണ്ട്, ഇനി അവിടെ വന്നിട്ട് എനിക്ക് 2-3 ഫോട്ടോ എടുത്തിരുന്നു. അങ്ങനെയാണ് ആ ഫോട്ടോ ഞാൻ എടുക്കുന്നതും ഇവർക്ക് അയച്ചു കൊടുക്കുന്നതും. അതേ കമ്പനിയിൽ തന്നെ ഒരുപാട് പ്രാവശ്യം അവരെന്നെ വിളിച്ചു പ്രൊജക്റ്റ് വരുന്ന സമയത്ത്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ സ്വന്തമായിട്ട് ഇങ്ങനെ അവരുടെ തന്നെ ഞാൻ ചോദിച്ചു, ഞാനത് നിങ്ങളെന്നെ ഇപ്പോൾ അവിടെ നിന്ന് ഒരു കമ്പനിയിൽ നിന്നാണല്ലോ ഹയർ ചെയ്യുന്നത്, ഞാൻ സ്വന്തമായിട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഡ്രൈവർ മീൻസ് പ്രൊഡക്ഷൻ ഡ്രൈവറായിട്ട് നിങ്ങൾ എന്നെ എടുക്കുമെന്ന് ചോദിച്ചു. വൈ നോട്ട്, വി നീഡ് യു ബിക്കോസ് ഐ നോ. അപ്പോൾ ഞാൻ എന്താ കാരണം വെച്ചാൽ, ആ പ്രൊഡ്യൂസർ അവിടെ ഒരു മിർന എന്ന് പറഞ്ഞിട്ടൊരു പ്രൊഡ്യൂസർ ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരി ലബനീസ് ആയിരുന്നു. അപ്പോൾ പുള്ളിക്കാരി എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ ആദ്യം മുതൽ സ്റ്റാർട്ടിങ് മുതൽ തന്നെ ഒരു ഡ്രൈവർ മാത്രമല്ല, ഞാൻ എല്ലാം അവർക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. അവരെന്തെങ്കിലും ഫയലിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഞാനത് സപ്പോർട്ട് ചെയ്യും. ഇവൻ സെറ്റിലാണെങ്കിലും ആർട്ട് ഡയറക്ടറിന് ഞാൻ പോയിട്ട്, അപ്പോൾ ചില ആർട്ട് ഡയറക്ടേഴ്സ് വിചാരിക്കും ഇങ്ങനെ, ഞാൻ പോയിട്ട് സപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഇവനാരാ ഇങ്ങനെ വന്നിട്ട് ഓക്കെ അപ്പം എന്നോട് ചോദിക്കും, നീ ഞാൻ പറയും ഡ്രൈവർ, ഓക്കെ ഞാൻ കൂടാന്നവർക്ക് പറയും. അപ്പോൾ അവർക്ക് ഭയങ്കര ഒരു സംഭവമായിരുന്നു അന്ന്, ഇങ്ങനെ ഒരാൾ പുറത്തുനിന്ന് വെറുതെ വന്നിട്ട്. അപ്പോൾ എനിക്കിങ്ങനെ ഒരു ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു ഇങ്ങനെ അവർക്കിങ്ങനെ ഹെൽപ്പ് ചെയ്യുക. ഒരു ദിവസം എൻ്റെ അടുത്ത് ഇങ്ങനെ മിർനോട് ചോദിച്ചു, സലീം നിനക്ക് ഇങ്ങനെ ഈ ഒരു സംഭവം നിനക്ക് എവിടെ നിന്നെങ്കിലും കിട്ടുമെന്ന്, ഒരു ഫോട്ടോ കമ്പ്യൂട്ടറിലായിരുന്നു കാണിക്കുന്നത്. ഞാൻ ഇത് കിട്ടുമല്ലോ, ഇത് ദേരയിൽ കിട്ടും. ഞാനപ്പോൾ ദേരയിലൊക്കെ പോകുമല്ലോ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ. അപ്പോൾ അങ്ങനെ ഞാൻ പോയി അവർക്ക് ആ സാധനം കൊണ്ടുവന്നു. അന്ന് ഫോട്ടോ എടുത്ത് അയക്കാനുള്ള സംവിധാനമൊന്നുമില്ല, അവിടെ പോയിട്ട് കൊണ്ട് കാണിച്ചിട്ട് കൊണ്ടുവരണം. ആ സമയത്ത് എനിക്ക് തോന്നുന്നത് ക്യാമറ എൻ്റെ കയ്യിൽ തരും, പ്രൊഡക്ഷൻ എന്നൊരു ക്യാമറ തരും, ഫോട്ടോ എടുക്കും, തിരിച്ചു വരും, ഇവർ നോക്കും, എന്നിട്ട് പോയിട്ട് പർച്ചേസ് ചെയ്യും. 2003-2004
അപ്പം അങ്ങനെയാണ്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, യു വെരി ഗുഡ് ഇൻ പ്രോപ്സ്, ഹൗ യു നോ ഓൾ ദീസ് തിങ്സ്, നിങ്ങൾക്ക് എങ്ങനെയാണ് ഇതൊക്കെ എവിടുന്ന് കിട്ടും? ഞാൻ പറഞ്ഞു, ഇത് ധൈര്യം എവിടെ നിന്നാണ് കിട്ടുന്നത്, മാർക്കറ്റിലുള്ള സാധനമല്ല ഇത്. ഞാൻ ഒരാഴ്ചയായി ഈ ഇവിടുത്തെ ആർട്ട് ഡയറക്ടറിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് കിട്ടാത്തൊരു സാധനമാണ്. ഓ മൈ ഗോഡ്, താങ്ക്സ് ടു എന്തൊക്കെ, കാരണം വെച്ചാൽ അവർക്ക് ഒരു മെയിൻ കീ പ്രോപ്സ് ആയിരുന്നു അത്. അപ്പോൾ അങ്ങനെയുള്ള സംഭവം ഞാൻ ഇങ്ങനെയൊക്കെ കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ലെറ്റ് സി. അങ്ങനെ പിന്നെ ഒരു പ്രോപ്സ് ഇവരെ അവിടെ ഡ്രൈവറായിട്ട് വന്നു. 2 വർഷം അവർ ആ കമ്പനിയിൽ ഫുൾ ടൈം ഡ്രൈവറായിട്ട് വർക്ക് ചെയ്ത്. അങ്ങനെ ഒരുപാട് ആർട്ട് ഡയറക്ടേഴ്സ് എന്തൊക്കെ ചെയ്യുന്നുണ്ടെന്നുള്ള ഞാൻ പഠിക്കുകയായിരുന്നു. പിന്നെ ഞാനൊരു പ്രോപ്പ് മാസ്റ്ററായിട്ട് അവിടെ നിന്ന് മെല്ലെ ആ കമ്പനിയിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് വീണ്ടും അതേ കമ്പനിയിലോട്ട് പ്രോപ്പ് മാസ്റ്ററായിട്ടാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ആ സമയത്ത് പിന്നെ ഞാനൊരു 2-3 കമ്പനിയായിട്ട് പുറത്തുള്ള കമ്പനിയായിട്ട് പരിചയപ്പെട്ടു. അപ്പോൾ അവർക്കും ഞാൻ പ്രോപ്പ് മാസ്റ്ററായിട്ട് പോകും, VIP ഫിലിംസിനും അതുപോലെ തന്നെ വേറെ പ്രൊഡക്ഷൻ കമ്പനിക്കും. ഇങ്ങനെ അപ്പോൾ ഒരു ഡയറക്ടർ വന്ന് ആവശ്യമുള്ള പ്രോപ്പർട്ടീസ് കാണിച്ചാൽ പിന്നെ നിങ്ങൾ പറഞ്ഞാൽ മതി, ചിന്തിക്കണം, നിങ്ങൾ എവിടെ നിന്നാണെങ്കിലും തെണ്ട് ബക്കറ്റ് പിടിച്ച് കൊണ്ടുവരും. അത് നമ്മുടെ ഉള്ള വണ്ടിയിൽ അല്ലെങ്കിൽ ട്രക്ക് ഹയർ ചെയ്യും, അങ്ങനെയൊക്കെ ആയിട്ടാണ് വരുന്നത്. പിന്നെ ഒരു 10 വർഷം ഞാൻ 2013 വരെ പ്രോപ്പ് മാസ്റ്ററാണ്. ഒരു ഏകദേശം 4-5 എന്തോ സ്റ്റാർട്ട് ചെയ്ത പ്രോപ്പ് മാസ്റ്റർ, കീപ് ഡൂയിങ് സിംഗിൾ അലോൺ, ഞാൻ മാത്രം. ആൾക്കാർ എനിക്ക് എക്സ്ട്രാ വേണമെങ്കിൽ ഞാൻ എവിടെയെങ്കിലും പച്ചകളൊക്കെ പിടിച്ച് അസിസ്റ്റൻ്റായിട്ട് കൊണ്ടുപോകും. അല്ലെങ്കിൽ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് കാസർഗോഡിൽ തന്നെ കുറച്ച് പിള്ളേർ, എൻ്റെ ഫ്രണ്ട് സർക്കിളിലുള്ള 2-3 പിള്ളേർ ഇതായി, അവർ വരാൻ തുടങ്ങി. അവർ കുറച്ച് കാലം പിന്നെ അവർ ഈ ഒരു മൈൻഡാണല്ലോ, കാരണം പെട്ടെന്ന് കാശൊക്കെ ഉണ്ടാക്കണം എന്നുള്ളൊരു മൈൻഡാണ് അവർക്ക്. പിന്നെ അവർ വിട്ടുപോയി. അങ്ങനെ വിട്ടുപോയപ്പോൾ ഞാനത് കണ്ടിന്യൂ ചെയ്തു. ഞാനിങ്ങനെ പ്രോപ്പ് മാസ്റ്ററായിട്ട് 10 വർഷം കഴിയുന്ന സമയത്താണ് എന്ന് ആലോചിക്കാം, പിന്നെ ഞാൻ ഒരുപാട് പിന്നെ ഈ കുറച്ച് ചെറിയ കൺസ്ട്രക്ഷൻ വരാൻ തുടങ്ങി. അപ്പം ഞാനത് പുറത്തുനിന്ന് ഔട്ട്സോഴ്സ് ചെയ്തിട്ട് ചെയ്തു കൊടുക്കും, സെറ്റ് മേക്കിങ്. അപ്പോൾ പ്രോപ്പ് മാസ്റ്ററിൽ നിന്ന് വിട്ടു ചെറിയ കുറച്ച് ഒരു വലിയ അഡ്വർടൈസിങ് കിട്ടാൻ തുടങ്ങി, പരസ്യം കിട്ടാൻ തുടങ്ങി സ്വന്തമായിട്ട്. അപ്പോൾ അപ്പോഴും ഞാൻ ഡയറക്ടർ ആയിട്ടില്ല, ആർട്ട് ഡയറക്ടർ ആയിട്ടില്ല, പ്രോപ്പ് മാസ്റ്റർ തന്നെയാണ് കണ്ടിന്യൂ ചെയ്യുന്നത്. എന്നിട്ട് അവർ നമുക്കൊരു ഭിത്തിയോ അല്ലെങ്കിൽ ഒരു എൽ ഷേപ്പ് വോൾ വേണം, അല്ലെങ്കിൽ ഒരു ചെറിയൊരു കിച്ചൺ ടൈപ്പ് അങ്ങനെ വിൻഡോ വേണം എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ പുറത്ത് കൊടുത്തിട്ട് ഉണ്ടാക്കാൻ തുടങ്ങി. പിന്നെ ഞാൻ ആലോചിച്ചു എന്തുകൊണ്ട് ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തോളാം. അങ്ങനെയാണ് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട്, എൻ്റെ ഇപ്പോൾ ഈ കമ്പനിയിലൊരു പാർട്ട്ണർ, അപ്പോൾ കാശ് വന്നു, ഫ്രീലാൻസ് ആയപ്പോൾ. യെസ്. അപ്പോൾ അങ്ങനെ പിന്നെ സ്റ്റോറീസ് ഒക്കെ പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട്. അങ്ങനെ ഞാനൊരു എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ബെസ്റ്റ് ഫ്രണ്ട്, അവൻ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അവനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, എൻ്റെ അടുത്ത് നല്ല ക്ലയൻ്റ് ഉണ്ട്, എനിക്ക് ഇഷ്ടംപോലെ വർക്ക് ഉണ്ട്, സോ നമ്മളൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാം, ഒരു ചെറിയൊരു എവിടെയെങ്കിലും ഒരു വെയർ ഹൗസോ അതുപോലത്തെ ഷോപ്പ് പോലത്തെ എന്തെങ്കിലും എടുത്തിട്ട്, അത്രയും വലിയ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ല, ഒരു ചെറിയ റെൻറ്റിൽ എവിടെ നിന്നെങ്കിലും. അങ്ങനെ ഞങ്ങൾ അവൻ പറഞ്ഞു ഓക്കെ ഞാൻ റെഡിയാണ് വരാൻ. അവൻ വേറൊരു ഫീൽഡിലായിരുന്നു, വരാൻ റെഡിയാണെന്ന് പറഞ്ഞു. അങ്ങനെ വന്നിട്ട് നമ്മൾ സെർച്ച് ചെയ്തിട്ട് ഇതേ അൽക്കൂസ് തന്നെയാണ്, ഒരു 400 സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു ചെറിയൊരു ഷോപ്പ്. അവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെ എന്തൊക്കെയായിരുന്നു ആദ്യത്തെ ഫങ്ഷൻസ് നടന്നത്? ഒന്നുമില്ല, ജസ്റ്റ് ചെറുതായിട്ടുള്ള കുറച്ച് ഇങ്ങനെ എന്താ പറയുക ഡ്രില്ലും കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു. കുറച്ച് ഞങ്ങൾ പർച്ചേസ് ചെയ്യും, മെറ്റീരിയൽസ് ഒക്കെ ഉണ്ടായിരുന്നു, കുറച്ച് പ്രോപ്സ് കളക്ഷൻ പ്രോപ്സ് ഉണ്ടായിരുന്നു.